മഹേന്ദ്ര B6 ഓണേഴ്സിന് ഒരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട്. ഓഗസ്റ്റ് 15-ന് മഹേന്ദ്ര പുതിയ വെർഷൻ ഇറക്കുന്നു. BE6 സ്പോർട്ടിക് ട്രിപ്പിൾ സ്ക്രീൻ ഡാഷ്ബോർഡ്, പുതിയ ഇന്റീരിയർ തീം. ഇൻഡിപെൻഡൻസ് ഡേയിൽ തന്നെയാണ് ലോഞ്ച്. ഓഗസ്റ്റ് 15, 2026. കൂടെ സ്കോർപിയോ എൻ ഫേസ് ലിഫ്റ്റും വിഷൻ എസിന്റെ പ്രൊഡക്ഷൻ വെർഷനും വരും. അതായത് ഒരു ദിവസം 3 മേജർ SUV ലോഞ്ചസ്. ബാറ്ററി ഓപ്ഷൻസ് മാറ്റമില്ല. 59 kWh, 79 kWh. പക്ഷേ ഇന്റീരിയറിലാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുന്നത്. പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ. ഒന്നാമത്തേത് ട്രിപ്പിൾ സ്ക്രീൻ അപ്ഗ്രേഡ്. ഇപ്പോഴുള്ള B6-നുള്ളത് ഡ്യുവൽ 12.3 ഇഞ്ച് സ്ക്രീൻ ആണ്. സ്പോർട്ടെക്കിൽ ഒരു മൂന്നാമത്തെ 12.3 ഇഞ്ച് സ്ക്രീൻ കൂടി വരും പാസഞ്ചേഴ്സിന് വേണ്ടി. ഇതിപ്പോൾ XEV9e, XEV9S ഇവയിലുള്ള അതേ സെറ്റപ്പ് ആണ്. ഫുൾ വിത്ത് ഡാഷ്ബോർഡ് ലുക്ക് ആണ് ലക്ഷ്യം. രണ്ടാമത്തേത് ക്യാബിൻ എർഗണോമിക്സ് ഫിക്സ്. നിലവിലുള്ള BE6-ന്റെ കോമൺ ഒരു കംപ്ലൈന്റ് ഡ്രൈവർ പാസഞ്ചർ സൈഡുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന സെൻട്രൽ കൺസോൾ ബീം ആണ്. ഇത് വയർലെസ് ചാർജർ, USB പോർട്ട് ഇവ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാക്കുന്നു. സ്പോർട്ടെക്കിൽ ഇത് ഫിക്സ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. മൂന്നാമത്തേത് കോമ്പറ്റീഷൻ പ്രഷർ. ടാറ്റ സിയാറ EV ട്രിപ്പിൾ സ്ക്രീനുള്ള ഒരു റിവലായി വന്നു. മഹേന്ദ്രയ്ക്ക് ഇത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് ചോയ്സ് അല്ല, ഒരു നെസസിറ്റിയാണ്. സെഗ്മെന്റിൽ കോമ്പറ്റീറ്റീവായി നിൽക്കുക. ഇത് മഹേന്ദ്രയുടെ ഒരു പാറ്റേൺ ആണ്. ആനുവൽ മോഡൽ ഇയർ അപ്ഡേറ്റ്സ് ത്രൂ സ്പൈ ഷോട്ട്സ്, ടീസേഴ്സ്. BE6 ബാറ്റ്മാൻ എഡിഷൻ, ഫോർമുല E എഡിഷൻ എല്ലാം ഇതിനു മുൻപ് വന്നു. 2 മിനിറ്റുകൾക്കുള്ളിൽ സോൾഡ് ഔട്ട് ആയി. അതായത് ഡിമാൻഡ് ഒരു പ്രശ്നമല്ല. മഹേന്ദ്ര ഇപ്പോൾ ഇന്ത്യയുടെ നമ്പർ 2 EV ബ്രാൻഡുകളിൽ ഒന്നാണ്. XEV9e, XEV9S, BE6 എന്നിവയുടെ കമ്പൈൻഡ് സ്ട്രെങ്ത് വെച്ച് ഈ ട്രിപ്പിൾ സ്ക്രീൻ സ്ട്രാറ്റജി എല്ലാ ബോൺ ഇലക്ട്രിക് മോഡൽസിലും ഒരു സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ട്രിപ്പിൾ സ്ക്രീൻ വേണോ അതോ ഓവർ എഞ്ചിനീയറിംഗ് വേണോ? കമന്റ് ചെയ്യൂ. ഓഗസ്റ്റ് 15 ലോഞ്ചിന്റെ ഫുൾ ഡീറ്റെയിലുമായി വീണ്ടും കാണാം. Have a good day. See you later.